സംസ്ഥാനത്തെ സ്കൂളുകളിൽ പാഠ്യപദ്ധതി പരിഷ്കരണവുമായി വിദ്യാഭ്യാസ വകുപ്പ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് പുതിയ പുസ്തകങ്ങൾക്ക് അംഗീകാരം നൽകിയെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. 1, 3, 5, 7, 9 ക്ലാസുകളിലെ പാഠപുസ്തകങ്ങളാണ് അംഗീകരിച്ചത്. 2007 സംസ്ഥാനത്തെ സ്കൂളുകളിലെ പാഠ്യപദ്ധതിയിൽ സമഗ്രമായ പരിഷ്കരണം കൊണ്ടുവന്നത്. കഴിഞ്ഞ 10 വർഷത്തിലേറെയായി ഒരേ പാഠ്യപദ്ധതിയായതിനാലാണ് പുതിയ പാഠ്യപദ്ധതിയുമായി വിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് വന്നത്. പാഠ്യപദ്ധതി പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് നിലവിൽ 173 ടൈറ്റിൽ പാഠപുസ്തകങ്ങളാണ് കരിക്കുലം സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗീകാരം നൽകിയത്. 1, 3, 5, 7, 9 ക്ലാസുകളിലെ പാഠപുസ്തകങ്ങളാണ് അംഗീകരിച്ചത്. പുതിയ പാഠ്യപദ്ധതിയിൽ എല്ലാ പുസ്തകങ്ങളിലും മലയാളം അക്ഷരമാലയുണ്ടാകും. അക്കാദമിക് കാര്യങ്ങളിലുണ്ടാകുന്ന ജനാധിപത്യ വിരുദ്ധ നിലപാടുകളെ തള്ളുമെന്നും ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം സ്പെഷ്യൽ റൂൾ കൊണ്ടുവരുമെന്നും ഇതിനായി KER പരിഷ്കരിക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കി. ഹയർ സെക്കൻഡറി ഉൾപ്പെടെയുള്ള ഹൈസ്കൂളിൽ നമുക്ക് ഹയർ സെക്കൻഡറിയിലാണ് കൂടുതൽ വന്നത്. ഒന്ന്, മുഗൾ രാജാക്കന്മാരുടെ ഭരണപരിഷ്കാരം, മഹാത്മാഗാന്ധിയുടെ വാദം, ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളാണല്ലോ വെട്ടി മാറ്റപ്പെട്ടത്. നമ്മൾ അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് പുതിയ പാഠപുസ്തകം ഇവിടെ ഇറക്കി. അത് കുട്ടികൾക്ക് പഠിക്കുന്നതിന് വേണ്ടിയുള്ള പാഠപുസ്തകമാക്കി മാറ്റിയിട്ടുണ്ട്. ഇപ്പം ഞാൻ നേരത്തെ ഇതിൽ തന്നെ പറഞ്ഞു, കേരളത്തിന് വിദ്യാഭ്യാസ രംഗത്തൊരു നിലപാടുണ്ട്. അത് 1957 മുതലുള്ള നിലപാടാണ്. അപ്പോൾ ആ നിലപാട് പിന്നെ നമ്മളെ ഭരണഘടനയ്ക്ക് യോജിച്ചതായിരിക്കണം. ജനാധിപത്യ മതേതര ചിന്തകൾക്ക് അനുസരിച്ചുള്ള രീതിയായിരിക്കണം. ഏതെങ്കിലും ഒരു പാഠപുസ്തകം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ വേണ്ടി മാത്രമുള്ളൊരു പുസ്തകമായി മാറാൻ വേണ്ടി പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളത് കേരളം അംഗീകരിക്കുന്ന പ്രശ്നമില്ല. അതിന് ബദലായിട്ടുള്ള പാഠപുസ്തകം കേരളം ഇറക്കും. എല്ലാ പുസ്തകങ്ങളിലും ഭരണഘടനാ ആമുഖം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അധ്യാപകർക്കും പുതിയ പാഠ്യപദ്ധതിയെക്കുറിച്ച് പരിശീലനം നൽകും. 5 മുതൽ 10 വരെ ക്ലാസുകളിലെ കുട്ടികൾക്ക് പുതിയ പാഠ്യപദ്ധതിയുടെ ഭാഗമായി തൊഴിൽ പരിശീലനവും ഉണ്ടാകും. അമൃത ന്യൂസ്, തിരുവനന്തപുരം.